Using integration, find the area under the curves y greater than or equal to x square and y less than or equal to modulus of x. നമുക്ക് ഒരു പാരബോളയും ഒരു മോഡുലസ് ഫംഗ്ഷനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ പാരബോളയും y ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫും. y ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വി ഷേപ്ഡ് ഗ്രാഫാണ്. അപ്പോൾ വി ഷേപ്ഡ് ഗ്രാഫിൽ ഓൺ ഏതർ സൈഡ് y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു മൈനസ് എക്സും രണ്ട് ലൈൻസ് വരുന്നുണ്ട്. And y equal to x square is a parabola which is opening to the positive y axis. അപ്പോൾ പാരബോളയും ലൈൻസും വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ഷെയ്ഡഡ് ഏരിയ വരുന്നുണ്ട്. സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് റീജിയൻ ആണ്. ടു ഫൈൻഡ് ദാറ്റ് ഏരിയ നമ്മൾ ഒരു പാർട്ട് മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ട് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇൻറ്റു 2 ടൈംസ് ചെയ്യാം. സോ 0 മുതൽ ഈ പോയിന്റ് വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ പോയിന്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനും y ഈക്വൽ ടു എക്സ് സ്ക്വയർ പറഞ്ഞ പാരബോളയും മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. So solving that, y equal to x square and y equal to x. നമുക്ക് x square equal to x ഉണ്ട്. So taking x common, we are getting x minus 1 equal to 0. From there we are getting the values x is equal to 0 and x is equal to 1. ആ രണ്ട് വാല്യൂസ് നമ്മൾ എടുത്തിട്ട് 0 മുതൽ 1 വരെയാണ് നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ബട്ട് ഇൻറ്റു 2 ടൈംസ് വിൽ ഗിവ് യു ദ ഹോൾ ഏരിയ. അപ്പോൾ റിക്വയർഡ് ഏരിയ ഈസ് 2 ടൈംസ് 0 to 1 y ഡ്യൂ ടു ദ ലൈൻ മൈനസ് y ഡ്യൂ ടു ദ പാരബോള. അപ്പോൾ അപ്പർ കർവ് ഈസ് ലൈൻ, ലോവർ കർവ് ഈസ് എ പാരബോള. അപ്പർ കർവിൽ നിന്നും ലോവർ കർവ് നമ്മൾ കുറയ്ക്കുകയാണ്. അങ്ങനെ ആകുമ്പം 0 to 2 ടൈംസ് 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3. 2 ടൈംസ് 0 to 1 ആണ് ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ നമുക്ക് 1/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും.